കമ്മ്യൂണിക്കേഷൻ വളരെ ഫലപ്രദമായി ചെയ്യാം. ഹനുമാനാണ് ഏറ്റവും ഗംഭീരമായി കമ്മ്യൂണിക്കേഷൻ ചെയ്തതായിട്ട് ചരിത്രത്തിൽ പറയുന്നത്. അതായത് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ സീത ഉണ്ടോ എന്നറിയാൻ രാമൻ വിട്ടതാണ്. ഹനുമാൻ അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഹനുമാൻ ഇങ്ങനെ വരുന്നു, രാമൻ ഇരിക്കുന്നു, ബാക്കി എല്ലാവരും നിൽക്കും, എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോ ഹനുമാന്റെ വാക്കുകളാണ് കാണുന്നത്. 3 വാക്കിലാണ് പറഞ്ഞത്. കണ്ടു സീതയെ ഞാൻ. അതോടെ ആഘോഷങ്ങൾ തുടങ്ങി. ഇനി നമ്മളൊക്കെ വിട്ടുങ്ങ എന്തൊക്കെ ഉണ്ടാവുക. നമ്മളാണെങ്കിലോ അവിടെ ചെന്നിട്ട് ആകെ പ്രശ്നമായി. ഞാനായിട്ട് പോണ വഴിക്ക് ഒരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഇങ്ങനെ വരും. ഇങ്ങനെ പോയിട്ട് പിന്നെ ഞാൻ പിന്നെ ആഗ്രഹിക്കണേ വിശന്നിട്ട് ഞാനിടോ. അപ്പൊ എല്ലാവർക്കും അറിയാം എന്തായി. അല്ല ഞാൻ പറയാം വിശന്നിട്ട് ഞാനവിടെ പോയിട്ട് വണ്ടിക്ക് പാർക്ക് ചെയ്തിട്ട് പോയിട്ട് അവിടുത്തെ നല്ലൊരു മസാല ദോശ കഴിച്ചിട്ട് ഇങ്ങനെ സീതയുടെ അവിടെ പോകണ്ടേ. അപ്പൊ സീത എന്നെ കണ്ടറിയുമെന്ന് അറിയില്ല. ഞാൻ അകലെ നോക്കുമ്പോൾ ഒരു പെണ്ണിങ്ങനെ ഇരിക്കുന്നുണ്ട് ബാക്കിൽ മുടിയൊക്കെ വെച്ചിട്ട്. സീതയാണോ എന്ന് എനിക്കൊരു സംശയം. പോണോ വേണ്ടേ. ഫുള്ള് ആൾക്കാരുള്ള ഭയങ്കര അറ്റാക്ക്. അവസാനം ഞാൻ നോക്കണം. അവസാനം രാമ പറയും ഒന്ന് നിർത്തണം, നീ കണ്ടോ കണ്ടില്ലേ അതാ വയറ് കൊളുത്തില്ലേ. അപ്പോ ഇതാണ് കമ്മ്യൂണിക്കേഷൻ.